റജബ് നൽകുന്ന ഏറ്റവും വലിയ മറ്റൊരു ഓർമ്മേതാണ് ഹബീബായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആതിഥ്യം ലഭിച്ച മാസമാണ്. അഥവാ ഇലാഹിയായ സൽക്കാരത്തിന് മുത്തുനബി തങ്ങളെ വിളിച്ച മാസമാണ്. അല്ലാഹു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിശേഷ സൽക്കാരത്തിന് വേണ്ടി വിളിച്ച മാസമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. الله سبحانه وتعالى حبيباയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തെ രാജ്യങ്ങളുടെ നേതാവെന്ന് യുദ്ധാനന്തര കാലത്ത് യൂറോപ്യന്മാരുടെ ആധിപത്യം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇന്ത്യയിൽ വന്നപ്പോ 3 മണിക്കൂറിന് വേണ്ടി 68 കോടി രൂപയാണ് അത്ര അഹമ്മദാബാദിൽ ചെലവഴിച്ചത്. ആതിഥ്യ സൽക്കാരത്തിന് വേണ്ടി, രാജകീയമായ ആതിഥ്യത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. അതിന്റെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയണില്ല. രാജകീയമായ ഒരു സ്വീകരണത്തിന് നൽകിയ മാനങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം വലിയ കൗതുകമാണ്. ലോകത്തെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു നിരത്തി ഏറ്റവും വലിയ ആക്രമത്തിന്റെ അമരത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി സ്വന്തം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കലാപം കത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മൗനം ദീക്ഷിച്ച നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി രണ്ടുപേരും കൂടെ ലോക സമാധാനത്തിന്റെ കരാർ ഒപ്പിടുകയാണത്രേ. ഇതിലേറെ വലിയ കൗതുകം വേറെന്താ കേൾക്കാനില്ല? ഇതിലേറെ വലിയ കൗതുകം വേറെ എന്താണ് കേൾക്കാനുള്ളത്? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അനാഥ മക്കളെ സംഭാവന ചെയ്തത് ആര്? ഈ ലോകത്ത് 1000 വിധവകളെയല്ല 10,000-കണക്കിന് വിധവകളെ സമ്മാനിച്ചതാര്? അമേരിക്കയുടെ ഭരണാധികാരി. അതെന്താ അങ്ങനെ? പാരമ്പര്യങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും തറവാടായ ഇറാഖിനെ നാമാവശേഷമാക്കി ഇറാഖിന്റെ ഓരോ തെരുവുകളിലും 10,000-കണക്കിന് അനാഥരെയും വിധവകളെയും സമ്മാനിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു മറുപടിയില്ല. അമേരിക്കൻ ആഢ്യത്വത്തിന്റെയും ആയുധങ്ങളുടെയും ഇരയാണ്, വേറെ ഒന്നുമല്ല. ഇന്ന് ഇറാഖിന്റെ തെരുവിലൂടെ പോകുമ്പോ പടച്ചോനെ ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. നാഗരികതയുടെയും അറിവിന്റെയും മൂല്യങ്ങളുടെയും പ്രൗഢിയുടെയും തറവാടായിരുന്ന ഇറാഖിന്റെ തെരുവിൽ പ്രിയമുള്ളവരെ 10,000-കണക്കിന് അനാഥ മക്കളാണ് കൈനീട്ടി നടക്കുന്ന യാചകന്മാരായി മാറിയത്. 1000-കണക്കിന് ഉമ്മമാരാണ് വിധവകളായി മാറിയത്. ഇറാഖിന്റെ ബഗ്ദാദിന്റെ മണ്ണിൽ ചെന്നാൽ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഖൈസറാൻ ഖബർസ്ഥാനിലേക്ക് നോക്കിയാൽ അവിടെയും ഉണ്ട് അമേരിക്കയുടെ ബോംബ് വീണതിന്റെ അടയാളം. മരണപ്പെട്ടു പോയവരെ പോലും ഒഴിവാക്കാതെ ലോകത്തെ ക്രൂര വിനോദങ്ങൾ നടത്തി ആയുധ കച്ചവടവും കമ്പോളവും ഒരുക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ ലോകത്തിന്റെ നേതാക്കന്മാരായി വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാനുകാലിക രാഷ്ട്രീയത്തിന്റെ ഒരു കൗതുകമാണ്, ഒരു വിരോധാഭാസമാണ്. അതിലേക്ക് ഈ വേദിയിൽ ഞാൻ കടന്നു പോണില്ല. എന്നാൽ ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്?
ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മപ്രഭാവത്തെ അടയാളപ്പെടുത്തി മാലോകര മുഴുവനും മാടി വിളിച്ച മദീനയിൽ സദ്യയൊരുക്കിയ മനോഹാരിതയുടെ രാജകുമാരനല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ നിന്ന് ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഇവിടെ നിന്നുയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ്. ഈ വെള്ളിയാഴ്ച രാവിൽ അത് മദീനയുടെ ഉമ്മരത്ത് മർമ്മരമൊരുക്കുന്ന മഹനീയമായ സമ്മാനമാണ്. അതുകൊണ്ട് ഈ കണ്ണങ്കാറ് മഹല്ല് പള്ളിയുടെ അങ്കണത്തിൽ സ്വാലിഹീങ്ങൾ വിശ്രമിക്കുന്ന ഈ പരിശുദ്ധമായ വിധാനത്തിലിരുന്ന് ഒന്നുയർന്നു വരട്ടെ മദീനയിലേക്കുള്ള സ്വലാത്തിന്റെ വീഥികൾ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ മുത്തളി ത്വാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബീബായ തങ്ങൾക്ക് ലോകത്തിന്റെ അധിപനായ റബ്ബൊരുക്കിയ സൽക്കാരത്തിന്റെ ഓർമ്മയല്ലോ റജബ്. എന്തൊരു സൽക്കാരമാണ്! ആരാണ് സൽക്കാരമൊരുക്കുന്നത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുൽ ആലമീൻ. അസ്റാ ബിഅബ്ദി സുബ്ഹാനല്ലദീ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയാൻ നേരം അതിന്റെ ആമുഖം പറയുന്നത് ആശ്ചര്യത്തോടെ ആലോചിക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലദീ. അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. എന്തൊരു വലിയ മഹാത്മ്യമുള്ള കാര്യമാണ് ഈ പറയാൻ പോണത്. സുബ്ഹാൻ. ആ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടല്ലേ നമ്മളോട് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറിയിക്കുന്നത് അസ്റാ ബിഅബ്ദിഹി. അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തിച്ച, അല്ലാഹു ഏറ്റവും തിരഞ്ഞെടുത്ത അടിമയെ കൊണ്ട് അപ്രയാണം നടത്തിച്ച, അല്ലാഹു ഏറ്റവും ആദരിക്കുന്ന മഹാനരായ ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് സൽക്കാരം ഒരുക്കിയിട്ടുള്ളത്. ഭൂമി ലോകത്തിന്റെ അല്ല, ഇനി ലോകത്തിന്റെയും നായകർക്ക് വാനലോകത്തെ സൽക്കാരം ഒരുക്കിയതിന്റെ ആശ്ചര്യം പറയുന്ന മാസമാണ്. അതല്ലേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസമാനോ മേ. जमीन में ओ मोहम्मद है वहमद आसमानों में. मदीना राजधानी है, दो आलम पर हुकूमत है. जमीन में ओ मोहम्मद है. മദീനയുടെ മലർവാടിയിൽ ഗുംബദേ ഖസറാഇന്റെ ഉള്ളിൽ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന ലോകഗുരുവായ പുണ്യപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമി ലോകത്തെ വിലാസം അത് കാരുണ്യത്തിന്റെ വിലാസമാണ്, അത് റഹ്മത്തിന്റെ വിലാസമാണ്, അത് റഅഫത്തിന്റെ വിലാസമാണ്, അത് വിടുതിയുടെ വിലാസമാണ്, അത് ഉദ്ഗമനത്തിന്റെ വിലാസമാണ്, അത് മുന്നേറ്റത്തിന്റെ വിലാസമാണ്, അത് മമതയുടെ വിലാസമാണ്, ലോകമാകമാനമുള്ള നന്മകളുടെ വിലാസമാണ്. അതുകൊണ്ടാണ് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ. ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലോചിച്ചുകൊണ്ട് ആ മുഹമ്മദീയമായ സൗന്ദര്യത്തെ പറയുമ്പോൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് പറയുമ്പോൾ
മുത്തുനബികളുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുമ്പോൾ മുഹമ്മദിലെ മീമിനെ കാണുകയാണ്. അവിടുത്തെ ആത്മാവിലേക്ക് നോക്കുമ്പോൾ മുത്തുനബിതങ്ങളെ അഹദായ റബ്ബിനെ ആലോചിക്കുകയാണ്. ആ പേരു തന്നെ ഒരു മിഅ്റാജാണ്. ആ പേരു തന്നെ ഒരു മിഅ്റാജാണ്. ആ പേരു തന്നെ ഒരു ഉഡ്ഡയനമാണ്, ഉദ്ഗമനമാണ്, വാനലോക സഞ്ചാരമാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ തിരുസമക്ഷത്തിലേക്ക് അവൻ നിശ്ചയിച്ചു വെച്ച പുണ്യമേറിയ ഉന്നതങ്ങളിലേക്കായിരുന്നു മുത്തുനബി തങ്ങളുടെ മിഅ്റാജുകൾ. നമ്മുടെ മിഅ്റാജ് എവിടേക്കാണ്? ഹബീബായ മുത്തുനബി തങ്ങളുടെ കാൽപാദങ്ങളിലേക്കാണ്. നമ്മുടെ മിഅ്റാജ് മുത്തുനബി തങ്ങളുടെ കാൽ കീഴിലേക്കാണ്. മിഅ്റാജ് പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം പോരാ, 2 ദിവസം പോരാ, ദിവസങ്ങളുടെ പരമ്പരകൾ കൊണ്ട് പറഞ്ഞൊതുക്കാനാവാത്ത മനോഹാരിതയുടെ നിശാപ്രയാണമുണ്ട്. ആധികാരികതയുടെ ആത്മീയ വചനങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവാത്ത വാനലോകത്തേക്കുള്ള ഉദ്ഗമനമുണ്ട്, ഉഡ്ഡയനമുണ്ട്, ഉന്നതങ്ങളിലേക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയുടെ നേതാവല്ലോ എന്റെയും നിങ്ങളുടെയും രാജാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ഖുർആൻ പറയുന്ന 2 ക്രമങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. വിഷയത്തിലേക്ക് കടക്കാൻ നേരമില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ രാത്രിയിൽ വിളിച്ചുകൊണ്ടുപോയി. ആ രാത്രി എന്ന് പറയുന്നത് പ്രണയത്തിന്റെ പ്രതീകമാണ്. രാത്രി ചുംബനത്തിന്റെ മലർവാടിയാണ്. രാത്രി ഹബീബ് മഹ്ബൂബിനോട് ലയിക്കുന്നതിനുള്ള സമയമാണ്. അരമനകളുടെ അകത്തളങ്ങളിൽ സ്നേഹ ചുംബനങ്ങൾ അരങ്ങേറുന്നത്, അരമനയുടെ ഉള്ളറങ്ങളിൽ ജീവിത സഖിയും ജീവിത കൂട്ടുകാരനും എഴുകിച്ചേരുന്നത്, പ്രണയിയും പ്രണയിനിയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നത്, സ്നേഹത്തിന്റെ ആലിംഗനങ്ങൾ നടക്കുന്നത്, നർമ്മസല്ലാപങ്ങളുടെ സ്നേഹ ചുംബനങ്ങളുടെ മധുരവർത്തമാനങ്ങളുടെ എന്ന് വേണ്ട രാവേ ഇതെന്തൊരു പ്രതിഭാസമാണ്. ഇത് ലോകത്തിന്റെ പുതപ്പല്ലോ രാത്രി എന്ന് പറയുന്നത്. ആ രാത്രിയിലാണ് ഹബീബ് മഹ്ബൂബിനെ വിളിക്കുന്നത്. രാത്രി എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. അപ്പൊ അല്ലാഹു തആല മുത്തുനബി തങ്ങളെ വിളിക്കുന്നത് കേവലം ഒരു ഒഫീഷ്യൽ ചടങ്ങിന് വേണ്ടിയല്ല, ഒരു പ്രണയത്തിന്റെ സ്വീകാര്യതയാണ്. ഒരു ഒഫീഷ്യൽ ചടങ്ങിനാണെങ്കിൽ പകലല്ലേ വിളിക്കേണ്ടത്? ളുഹാ സമയമല്ലേ ഓഫീസുകൾ സജീവമാകുന്ന സമയം? സമയത്തെ കൊണ്ട് സത്യം ചെയ്തപ്പോൾ ആ സമയത്തിന്റെ ബഹുമാനം എന്താണ്? ലോകത്തെ കാര്യാലയങ്ങൾ മുഴുവനും തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. അതാണ് വല്ലുഹ എന്ന സമയത്തിന്റെ ഒരു ബഹുമാനം. അതേ സമയത്ത് അല്ലാഹു തആല മുത്തുനബി തങ്ങളെ വിളിക്കുന്നത് കേവലം ഒരു ഔദ്യോഗികമായ വിളിയല്ല, പ്രണയത്തിന്റെ വിളിയാണ്. അതുകൊണ്ടാണ് അസ്റാ, അല്ലാഹു തആല രാത്രിയിൽ പ്രയാണം നടത്തിച്ചു. ബിഅബ്ദിഹി, അവിടുത്തെ സ്വന്തം പ്രിയപ്പെട്ട അടിമയെ. ആ ചേർത്തു പറയലിൽ ഒരു സൗന്ദര്യമുണ്ട്. അതൊരു ആലിംഗനത്തിന്റെ ഇളാഫത്താണ്. അതൊരു സൗകുമാര്യതയുടെ ചേർത്ത് പറച്ചിലാണ്. അതൊരു സൗന്ദര്യത്തിന്റെ വാചക ഘടനയാണ്. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിലുള്ള ഭാഷകൾ മുഴുവനും ഇതിന് അശക്തമാണ്. എന്റെ കയ്യിലുള്ള വർണ്ണനകൾ മുഴുവനും വിദൂരത്താണ്. എന്റെ അടുക്കലുള്ള വായനകൾ മുഴുവനും വളരെ കുറവാണ്. അങ്ങനെയുള്ള ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ നിശയുടെ നിശബ്ദതയിൽ വിളിക്കുന്നു. പടച്ചവൻ എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ഹറാം.
മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയിൽ പുറപ്പെടുകയാണ്. ആരാണ്? ഹബീബായ മുത്തുനബി തങ്ങൾ. എവിടേക്കാണ്? ഇലൽ മസ്ജിദിൽ അഖ്സാ. അതാ ഡമാസ്കസിലെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വാഹനമേതാണ്? ഫൗഖൽ ബുറാഖി മുസർറജൻ തസ്നീമാ. ബുറാഖിന്റെ മേലെ ഏറിയിട്ട് യാത്ര ചെയ്യുന്നു. ആരാണ്? കാരുണ്യത്തിന്റെ കേദാരമായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളത്തിലെ അനുരാഗത്തിന്റെ ആത്മദീപികളെ വേറെ ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി? അത് മദീനയുടെ തീർത്ഥത്തിന് വേണ്ടിയാണ്. അത് പുണ്യനബി തങ്ങളുടെ ചുംബനത്തിന് വേണ്ടിയാണ്. ആ ഹബീബായ തങ്ങൾ അവിടെ എത്തി. ഇസ്രാഇന്റെ ഘട്ടങ്ങൾ ഞാൻ പറയണില്ല. അവിടുന്ന് പുറപ്പെടുമ്പോഴും ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ രംഗങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് വിളിക്കുന്ന സംഭവങ്ങൾ, വഹുവ ബിൽ ഉഫുഖിൽ അഅല എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ വളരെ മനോഹരമായി എഴുതിയിട്ടുള്ളത്, ഇമാമുന സുയൂത്തി തങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ലാമ ഇബ്നു കസീർ തങ്ങൾ എഴുതിയിട്ടുള്ളത്. ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു പുസ്തകം എഴുതിയപ്പോൾ പരിശോധിച്ചു നോക്കി. അപ്പോൾ ഏകദേശം 200ഓളം വരുന്ന ഗ്രന്ഥങ്ങൾ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ലോകത്തെ അറബിയിൽ സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയും എത്ര ഗ്രന്ഥങ്ങളാണ് ഉണ്ടാവുക? ആ ഗ്രന്ഥങ്ങൾക്ക് മുഴുവനും പറയാനുള്ള രാപ്രയാണത്തിന്റെ നായകരെ, ആ സഞ്ചാരത്തിന്റെ സൗകുമാര്യതയെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. ഇലൽ മസ്ജിദിൽ അഖ്സാ, അങ്ങേ അറ്റത്തെ പള്ളിയിലേക്ക്. സ്ഥാനം കൊണ്ട്, മഹത്വം കൊണ്ട്, ബഹുമാനം കൊണ്ട്, യാത്രയുടെ ഒരു എൻഡ് എന്ന നിലക്ക്. ഇതിലെല്ലാം ഫ്രിഡ്ജ് ഓഫ് ഷോൺ പോലെയുള്ള ആളുകൾ നല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മനോഹരമായ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രക്കിടയിൽ കണ്ട രംഗങ്ങൾ അത്ഭുതങ്ങളാണ്. ഓരോ ഘട്ടത്തിലും ഈത്തപ്പനയുടെ നാട്ടിലൂടെ, സൗന്ദര്യധാമങ്ങളുടെ അടുത്തുകൂടെ, കാത്തു നിൽക്കുന്ന പാതിരിമാരുടെ ചാരത്തുകൂടെ, അങ്ങനെ ഒരു ഇസ്രാഇന്റെ യാത്രാ വഴിയുണ്ട്. അതിലേക്ക് ഞാൻ കടക്കണേ ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ അഖ്സയിലെത്തിയപ്പോൾ, അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് പ്രകാശവേഗതയിലുള്ള ബുറാഖിന്റെ മേലെയാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. ആ വേഗതയിൽ പോവാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേഗതന് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. സാധാരണ സയൻസ് ഗവേഷണം ചെയ്തെടുത്ത സമയമാണ് പറഞ്ഞത്. അതിൽ നിന്ന് കുറവാകാം, അതിൽ ഏറെയാകാം. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ ഇന്ന് അറിയപ്പെട്ട പ്രകാശത്തിന്റെ വേഗതയാണ് 3 × 10⁸. അതിനേക്കാൾ വേഗതയുള്ള വസ്തു ഉണ്ട് എന്നൊരു അന്വേഷണം ഇടക്കാലത്ത് സയൻസിൽ വന്നിട്ടുണ്ട്, സയൻസ് മാഗസിനുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. ഹബീബായ തങ്ങൾക്ക് പോകേണ്ടത് മാസങ്ങളുടെ വഴി ദൂരമുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക്, മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോയി. അവിടെ ചെന്നിട്ട് തങ്ങൾ വലിയൊരു സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആരോടുള്ള സമ്മേളനമാണ്? واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും അവിടെയുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവനും പ്രവാചകന്മാരുടെയും ഇമാമായി നിസ്കരിക്കുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ. അത് കേവലം ഒരു നബിയുടെ മുസല്ലയല്ല, 2 നബിയുടെ മുസല്ലയല്ല, നബിമാരുടെ മുഴുവനും മുസല്ലയാണ് മസ്ജിദുൽ അഖ്സാ. അവിടുത്തെ ഇമാമല്ലോ ഇമാമുൽ ഹറമൈൻ.
ഖായിദുൽ ഖിബ്ലതൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകേണ്ടത് വാനലോകത്തേക്കാണ്. ആ വാനലോകത്തേക്ക് പോകാൻ വേണ്ടി ഇതുവരെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നതൊരു വാഹനത്തിന്റെ മേലെയാണ്. ഇനി ദൂരം കൂടുതലാണ്. ഇനി അതുകൊണ്ട് വാഹനം വേണ്ട നബിയേ. ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ദൂരം കൂടുതലാണ്, അതുകൊണ്ട് വാഹനം വേണ്ട നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാഹനമില്ല. ഇദ് ജാഇലാ കുല്ലി സമാഇ തസഫുഫാ റസൂലുൻ വഅംലാകുൻ വറാഅൽ മുസ്തഫാ കുല്ലു യുറഹിബു ളാഹികൻ വബസീമാ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതാ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തിന്റെ ഓരോരോ മണ്ഡലങ്ങളും കടന്നു പോവുകയാണ്. ആ ഓരോ സ്ഫിയറുകളും കടന്നു പോവുകയാണ്. ഭൗമാകാശം കടന്ന് ശൂന്യാകാശം കടന്ന് അത്യുന്നതമായ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ISRO പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാ? ബഹിരാകാശ സഞ്ചാരികൾക്ക്. എന്താ പ്രശ്നം? ബഹിരാകാശ സഞ്ചാരികളായ ആളുകൾ അനുഭവിക്കേണ്ട വിഷമങ്ങൾ എത്രയെന്നറിയോ? 70 കിലോ ഉള്ള ഒരാൾ 12G എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ബഹിരാകാശത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് അയാളുടെ വെയിറ്റ് 480 കിലോ ആയിരിക്കും. ആ 480 കിലോയെ മാനേജ് ചെയ്യാനുള്ള ശാരീരിക പരിശീലനങ്ങൾ ഇവിടുന്ന് കൊടുക്കണം. നമ്മുടെ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയണില്ല, ഇതൊരു സയൻസ് ലാബൊന്നും അല്ലെന്ന് എനിക്കറിയാം. നമ്മൾ വെള്ളം ഒഴിച്ച താഴോട്ട് പോകും. കാരണം അല്ലാഹു തആല ഇവിടെ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്, ഗുരുത്വാകർഷണം. ഭൗമാകാശം കഴിഞ്ഞാൽ പിന്നെ ഗുരുത്വാകർഷണമൊന്നുമില്ല. വെള്ളം ഒഴിച്ചാൽ താഴോട്ട് പോവില്ല, വെള്ളം ഇങ്ങനെ മിന്നിക്കളിക്കുള്ളൂ. അവൻ ബഹിരാകാശ സഞ്ചാരികളായ ആളുകൾക്കുള്ള അദാബ് എത്രയെന്നറിയോ? അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും സാധാരണഗതിയിൽ ബാത്റൂമിൽ പോകാൻ പറ്റൂല. അതിന് മെഷീനറീസ് വേണം. കാരണം ഈ ഭൂമിയിലുള്ള ഘടനയല്ല ശൂന്യാകാശത്തുള്ളത്, അതിന്റെ അപ്പുറത്തുള്ളത്. ആകാശമണ്ഡലങ്ങളിൽ കിടക്കുന്ന വ്യവസ്ഥിതികൾ വേറെയാണ്. ഇവിടെയുള്ള ഭാരമല്ല അവിടുത്തെ ഭാരം. നമ്മളിവിടെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങും. ബഹിരാകാശ നിലയമുണ്ട്, സ്പേസ് സെന്റർ. ആ സ്പേസ് സെന്ററിലുള്ള ആളുകൾ 6 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് 3 ഉദയാസ്തമാനങ്ങൾ കഴിയും. അതാണ് ലോകം. ദുബായിലെ ഖലീഫ ടവർ ഉണ്ട്, ബുർജ് ഖലീഫ. ആ ബുർജ് ഖലീഫയിൽ നോമ്പ് തുറക്കുന്നത് 3 സമയങ്ങളിലാണ്. 950 മീറ്ററേ ഉള്ളൂ, 1 കിലോമീറ്റർ ഇല്ല. പക്ഷെ 3 സമയത്താണ് നോമ്പ് തുറക്കുക. 50 നില വരെയുള്ള ആളുകൾ അസ്തമാനം കാണുന്നത്. അതിനുശേഷമാണ് അതിന് മേലെയുള്ള 50 നിലയിലുള്ള ആളുകൾ അസ്തമാനം കാണുക. അതിന്റെ മേലോട്ടുള്ള ആളുകൾ പിന്നെ ഈ അസ്തമാനം ഫീൽ ചെയ്യൂ. ചെറിയ സമയത്തിന്റെ വ്യത്യാസം. 3 സമയങ്ങളിലാണ് നോമ്പ് തുറ വരുന്നത് എന്ന് മലയാളം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആകാശമണ്ഡലങ്ങളിലെ സഞ്ചാരികൾ, അറബ് ലോകത്ത് നിന്ന് ബഹിരാകാശ സഞ്ചാരികൾ പോണ കാലാണ്. അബുദാബിയുടെ UAE ബഹിരാകാശ സഞ്ചാരി പോയതിന്റെ ആഘോഷത്തിലാണ് അറബ് രാജ്യങ്ങൾ. അപ്പൊ അദ്ദേഹം എങ്ങനെ നിസ്കരിക്കൂ എന്നുള്ള ചർച്ച എങ്ങനെ നിങ്ങളൊക്കെ ചാനലിലും മറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ അപ്പൊ നിസ്കരിക്കുക? ഉദയാസ്തമാനങ്ങൾ ഇങ്ങനെ വരുമ്പോ പിന്നെ എങ്ങനെ നിസ്കരിക്കും? 5 നേരം നിസ്കരിക്കും. 2 മണിക്കൂർ കൂടുമ്പം 5 നേരം നിസ്കരിക്കണോ? അതാണ് ചർച്ച. അതൊക്കെ പണ്ടേ പണ്ഡിതന്മാർ എഴുതി വെച്ചു. ബഹുമാനപ്പെട്ട വെണ്ണക്കോട് ഉസ്താദിന്റെ ഒരു ഇംഗ്ലീഷിലുള്ള പുസ്തകം തന്നെയുണ്ട്, വേർഷിപ്പ് ഇൻ ഔട്ടർ സ്പേസ് ആൻഡ് പോളാർ റീജിയൻ. ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും. നമ്മുടെ ഉസ്താദുമാര് കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെയെല്ലാം സയൻസ് എന്ന് പെടുന്ന സാഹസങ്ങൾ
അറിയുമോ സഹോദരങ്ങളെ, അവിടെ ഉറങ്ങണമെങ്കിൽ അതിന് പ്രത്യേകമായൊരു തൊട്ടിലുണ്ട്. ഈ തൊട്ടിലുകൾ മുഴുവനുമുള്ള ഉറക്കം ഇവിടെ ISROയും നാസയും പരിശീലിപ്പിക്കുകയാണ്. വാനലോകത്തേക്കെത്തുന്ന മനുഷ്യന്മാരുടെ അവിടുത്തെ കാലാവസ്ഥ കൃത്രിമമായി ഇവിടെ ISRO ഉണ്ടാക്കുന്നു, അമേരിക്കയുടെ നാസയും ഉണ്ടാക്കുന്നു. എന്നിട്ട് മനുഷ്യന്മാർക്ക് പരിശീലനം നൽകുകയാണ്. എന്നാൽ ഈ ഒരു പരിശീലനവുമില്ലാതെ കാലങ്ങൾ കടന്നു കൊണ്ടുപോവുകയാണ്. ഒരു കവചമില്ല, ഒരു പേടകമില്ല, ഒരു സഹസഞ്ചാരിയില്ല. ഇത് പറയുമ്പോ എന്തൊരു രസമാണ്. ഈ കഴിഞ്ഞൊരു 3-4 ലക്കം മുമ്പ് കലാകൗമുദിയിൽ ബഹിരാകാശ സഞ്ചാരികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഫീച്ചറുണ്ട്. ഞാനത് വായിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അതും എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മേറാജുമൊന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വാനലോകത്തെ അഹ്മദല്ലോ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബി തങ്ങളുടെ വീട് എവിടെയാണ്? മുത്തുനബി തങ്ങളുടെ വീട് അൽ-അഅല എന്ന് പറയുന്ന സ്ഥലത്താണ് തങ്ങളുടെ വീട്. ആ അൽ-അഅലയിൽ നിന്ന് മുത്തുനബി തങ്ങൾ കുറച്ചു കാലത്തേക്ക്, ഒരു 63 കൊല്ലത്തേക്ക് ഭൂമിയിൽ വന്നതാണ്. അവസാനം ആ 63 കൊല്ലത്തിന്റെ ഇടയിൽ തറവാട്ടിലേക്കൊന്ന് പോയി നോക്കിയതാണ്. വഹുവ ബിൽ ഉഫുഖിൽ അഅലാ. വഫാത്തിന്റെ സമയത്ത് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുകയാണ്. അർ-റഫീഖൽ അഅലാ ജൂദോ കറം ഹേ शहेबत हा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഇത് ആത്മജ്ഞാനികളുടെ ഭാഷയാണ്. ഇത് മേറാജിനെ ഉള്ളിരുത്തി വായിക്കുന്നവരുടെ വിശദീകരണമാണ്. ഇപ്പോഴതൊക്കെ വിശദമായി പറയാനുള്ള നേരം പോരാ. പറഞ്ഞു വന്നതൊന്ന് എത്തിച്ചു ഞാൻ നിർത്തിക്കോട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ദൂരം കൂടുതലാണ്, വാഹനം വേണ്ട. നമുക്ക് ദൂരം കൂടുമ്പോ വാഹനം വേണം, തങ്ങൾക്ക് ദൂരം കൂടുമ്പോ വാഹനം വേണ്ട. തങ്ങൾ നേരെ അങ്ങ് പോയി. ഒരു കവചവും ഇല്ല, ഒരു ജാക്കറ്റും ഇല്ല, ഒരു പേടകവും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്നു ആദം അലൈഹിസ്സലാമിനെ, അതുപോലെ കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരെയും കാണുകയാണ്. അങ്ങനെ ആകാശമണ്ഡലങ്ങളുടെ അങ്ങേയറ്റത്ത്, അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനമായ അതിർത്തിയിലെത്തിയപ്പോൾ حتى لبحر النور جبريل وقف بعيني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. പ്രകാശസാഗരമെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന കൂടെയുള്ള യാത്രികൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിന് വേണ്ടി ഉയർന്ന സ്ഥലത്തുള്ള പാറയാണ് കവർ ചെയ്തിട്ട് ഗോൾഡൻ ഡൂം ഉണ്ടാക്കിയിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള സ്വർണത്തിന്റെ ഖുബ്ബ. അതിന്റെ ഉള്ളിലുള്ള പാറയുടെ മേലെ നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് ഉയർന്നത്. അതുകൊണ്ടാണ് ഖുബ്ബത്തുസ് സഹ്റ, ആ പാറ കവർ ചെയ്ത ഖുബ്ബ. ഫലസ്തീനിന്റെ ഫോട്ടോ കാണുമ്പോ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഖുബ്ബയുടെ ഉള്ളിൽ ജോർദാനിലെ ഹുസൈൻ രാജാവാണ് അതിനെ സ്വർണം പൂശിയത്. ആ ഖുബ്ബത്തുസ് സഹ്റയുടെ പരിപാലനം ജോർദാൻ ഗവൺമെന്റിനാണ്. ഇരിക്കട്ടെ, ആ ഖുബ്ബത്തുസ് സഹ്റയുടെ ഉള്ളിലുള്ള സഹ്റ പാറയുടെ മേലെ നിന്ന് യാത്രയായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതങ്ങളായ ലോകങ്ങളിലേക്ക് കടന്ന് ബഹറുൻ നൂർ എന്ന് പറയുന്ന പോസ്റ്റിലെത്തിയപ്പോൾ
കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. എന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഇനിയും അങ്ങോട്ട് തങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്, എനിക്കിനി അങ്ങോട്ട് വരാൻ സമ്മതമില്ല. തങ്ങൾക്ക് പോകാം. കാരണം എന്താണ്? പ്രകാശസാഗരമാണത്. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രസക്തിയില്ലാത്ത പ്രകാശസാഗരമാണത്. അത് മുറിച്ചു കടക്കണമെങ്കിൽ ഒരു പ്രകാശം പോരാ, 2 പ്രകാശം വേണം. അതുകൊണ്ടാണ് നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശമായ അല്ലാഹു തആല ലോകത്തെ മുഴുവനും പടയ്ക്കാനുള്ള ആദ്യ പടപ്പായ പ്രകാശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അവ്വലു മാ ഖലഖല്ലാഹു നൂരി നൂറ നബിയിക യാ ജാബിർ. ഓ ജാബിറേ, അല്ലാഹു ആദ്യം പടച്ചത് നിങ്ങളുടെ പ്രവാചകന്റെ നൂറാണ്. ആ നൂറു അലാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശസാഗരം കടന്നുപോയി അല്ലാഹു ഉദ്ദേശിച്ച ഒരിടത്തിലേക്ക്. അതാണ് അൽ ഉഫുഖുൽ അലാ, അത്യുന്നതമായ സ്ഥാനം. അവിടേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ സംഭാഷണം ആരംഭിക്കുകയാണ്. അല്ലാഹുവിന് സ്ഥലം വേണ്ട, കാലം വേണ്ട. അല്ലാഹു അങ്ങനെ ഒരിടത്തിൽ ഉള്ളവനല്ല. പക്ഷേ ഹബീബായ തങ്ങളെ സംഭാഷണത്തിന് വിളിച്ചത് ആ പുണ്യസ്ഥലത്തേക്കാണ്. ചില ഏരിയകളുണ്ടാവും, വിക്രം സാരാഭായ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നോക്കി ഇന്ത്യയിലെല്ലാം. അപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു പ്രത്യേക സ്ഥലം, ഇവിടെ നിന്ന് നമ്മുടെ സാറ്റലൈറ്റ് വിക്ഷേപണത്തിനും ഗവേഷണത്തിനും ഒക്കെ പറ്റുന്ന നല്ല സൂത്രമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ISRO വരുന്നത്. ശ്രീഹരിക്കോട്ട, അവിടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് വിക്ഷേപണങ്ങൾക്ക് സൗകര്യപ്രദമായ ഷട്ടിൽ ഉണ്ടാക്കുന്നത്. എന്നുപോലെ അല്ലാഹു തആല അവന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭാഷണം നടത്താൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അതിന്റെ അർത്ഥം അല്ലാഹു അവിടെ ഉണ്ടെന്നല്ല. അല്ലാഹു ഇതെല്ലാം പടക്കുന്നതിന് മുമ്പേ പരമാധികാരിയായ റബ്ബ്, അവന് സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ആവശ്യമില്ല. സ്ഥലവും കാലവുമെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുന്നതമായ സ്ഥലത്ത് സൽക്കാരം നൽകുകയാണ്. ആ സൽക്കാരം നൽകുമ്പോഴാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാതിരാജനോട് പറയുകയാണ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ കാണിക്കകളും റബ്ബേ നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യഭിവാദ്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബി. പേര് പറഞ്ഞില്ല ഹബീബായ തങ്ങളോട്. ഹബീബായ തങ്ങളോട് പ്രണയത്തിന്റെയും ആദരവിന്റെയും പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അതേ അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിൽ പറയുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ കടാക്ഷങ്ങളും എല്ലാം തങ്ങൾക്ക് നേരുകയാണ്, നൽകുകയാണ്. രണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ കെട്ടിപ്പിടിച്ച് കയ്യും പിടിച്ച് എന്തെല്ലാം ബഹള കാട്ടിക്കൂട്ടിയത്. അപ്പോഴും വിളിച്ചത് ഹൗഡി മോഡി എന്നാ വിളിച്ചത്, ഇപ്പുറത്ത് വിളിച്ചത് നമസ്തേ ട്രംപ് എന്നാ വിളിച്ചത്. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ പോണില്ല. അതും ഇതും തമ്മിൽ ഒന്നും ബന്ധപ്പെടുത്താനില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാം. ലോകത്തിന്റെ അധികാരിയായ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു, അസ്സലാമു അലൈക അയ്യുഹൻ നബി.
അല്ലയോ നബിയായിട്ടുള്ളവരെ, അവിടുത്തേക്ക് സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ കടാക്ഷങ്ങളും കാരുണ്യങ്ങളുമെല്ലാം നേർന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായ നബിയാണ്, അഥവാ ഉമ്മത്തിയായ നബിയാണ്. തങ്ങൾക്ക് എപ്പോഴും ചിന്ത ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഉമ്മിയിന്റെ ഒരർത്ഥം അങ്ങനെയാണെന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന നേതാവ്, ആ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആ സ്ഥലത്ത് അത്യുന്നതങ്ങളിൽ അല്ലാഹുവിന്റെ സ്വീകരണം കിട്ടിയപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈനാ, അല്ലാഹുവേ നിന്റെ രക്ഷ എനിക്ക് മാത്രം പോരാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്കും എന്റെ അനുയായികൾക്കും വേണം റബ്ബേ. യഅനി മഹബൂബോ മുഹിബ്ബ് मैं नहीं मेरा तेरा. ഇതാണ് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത്, ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ സ്വല്ലാ അലൈക മുസല്ലിമൻ തസ്ലീമാ. ഓ ഹബീബായ തങ്ങളെ, അന്ന് ലോകത്തിന് മുഴുവൻ മണ്ഡലങ്ങളെയും അവിടുത്തെ കാൽ കീഴിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫനിൽ തഅമീമാ, തങ്ങൾ പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ. തങ്ങളെ പ്രാപഞ്ചികത കൈവരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു കഴിഞ്ഞാൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെയാണ് ലോകം മുഴുവനും. അല്ലാഹു തആലന്റെ പടപ്പുകളിൽ അത്യുന്നതമായ വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിൽ ശിഖാഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരാണുള്ളത്? ഹബീബായ തങ്ങളുടെ മേലെ ലോകത്തൊരു പടപ്പുമില്ല. മുത്തുനബി തങ്ങളുടെ മേലെ ആകെയുള്ളത് ആരാണ്? ഖാലിഖായ അല്ലാഹ്. ഫനിൽ തഅമീമാ, അതാണ് സുമ്മ ദനാ ഫതദല്ലാ. അത് തന്നെയാണ് ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞത്, ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ. മഹാനായ ഇമാം ബൂസീരി തങ്ങൾ ഇസ്രായിനെ കുറിച്ച് പറയുന്ന ഒരു വരിയുണ്ട്, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. എത്ര മനോഹരമായ പ്രയോഗം! അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൂടെ ഗോളങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ, ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി നീങ്ങുന്നത് പോലെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിന്റെ പഴുതിൽ ബൈത്തുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടെ നിന്ന് ആകാശമണ്ഡലങ്ങളുടെ അത്യുന്നതങ്ങളിലേക്ക് ചെന്ന് രാജാതിരാജനായ റബ്ബിന്റെ സംഭാഷണം സ്വീകരിച്ചിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ ഹബീബായ തങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ് അസ്സലാ. അതുകൊണ്ടാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ് അസ്സലാ. മുത്തുനബി തങ്ങൾ അല്ലാഹുവിനെ നേരിട്ട് വിളിച്ചു. ആ വിളി നമുക്കും നടത്താൻ ഒരു അവസരം തന്നു. ആ വിളിയാണ് അത്തഹിയ്യാത്തിന്റെ നാദം. അല്ലാഹു തആല മുത്തുനബി തങ്ങളെ വിളിച്ചു. ആ വിളിയുടെ പ്രയോഗം കൊണ്ട് നമുക്ക് നബിയെ വിളിക്കണം. അതാണ് അത്തഹിയ്യാത്ത്. എന്തൊരു കൗതുകമുള്ള ആരാധനയാണിത്! എന്തൊരു മനോഹരമായ ആരാധനയാണിത്! അള്ളാന്റെ പടപ്പിൽ നിന്ന് ഏറ്റവും ഉന്നതരായ മുത്തുനബി തങ്ങൾ
സ്രഷ്ടാവായ റബ്ബിനെ വിളിച്ചു. ആ വിളി നിങ്ങൾക്കും വിളിച്ച് റബ്ബിലേക്ക് അടുക്കാം. അതാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. ലോകത്തിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനെ വിളിച്ചു. അതേ വിളിയിലൂടെ നിങ്ങൾക്കും വിളിച്ച് മുത്തുനബി തങ്ങളെ പ്രണയിക്കാം. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. വാജബാ, ഇതെന്തൊരത്ഭുതമാണ്, ഇതെന്തൊരാശ്ചര്യമാണ്. ഇത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോഴെന്തൊരത്ഭുതമാണ്. ഈ പ്രയോഗങ്ങൾ നിസ്സാരമാണോ എന്റെ മുഅ്മിനീങ്ങളെ? ലോകാദിനാഥനായ റബ്ബിനെ മുത്തുനബി തങ്ങൾ അത്യുന്നതങ്ങളിൽ നിന്ന് വിളിച്ച അതേ പ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് റബ്ബിനെ വിളിച്ച് റബ്ബിലേക്ക് ചേരാം. മാഷാ അല്ലാഹ്. അല്ലാഹു മുത്തുനബി തങ്ങളെ വിളിച്ച അതേ പ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് മുത്തുനബി തങ്ങളെ വിളിച്ച് ഇഷ്ടം വെക്കാം. ഇത് രണ്ടും ഒത്തുചേരുന്നതാണ് അത്തഹിയ്യാത്ത്. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ് അത്തഹിയ്യാത്ത്. ഇതെന്തൊരർത്ഥമുള്ള ആരാധനയാണ്, ഇതെന്തൊരത്ഭുതമാണ്. അതുകൊണ്ടല്ലേ മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വുളൂ ചെയ്തിട്ട് നിന്ന് വിറയ്ക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ആരാണ് ഖായിദുൽ ആബിദീൻ വസയ്യിദുൽ സാഹിദീൻ വറഈസുസ് സാജിദീൻ? മഹാനായ അലി സൈനുൽ ആബിദീൻ, ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് എന്ന മഹാനായ അഹ്ലുൽ ബൈത്തിലെ നേതാവായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വുളൂ എടുത്ത് നിന്നാൽ വിറയ്ക്കുകയാണ്. ചോദിക്കുക, എന്തേ വുളൂ എടുത്ത് നിന്നിട്ട് ഇത്ര വിഷമിക്കണ്, ഇത്ര ശരീരമൊക്കെ വിറക്കണ്, പേടിയാവുന്നു? ഞാൻ ആരോട് സംഭാഷണം നടത്താനായി ഇപ്പോൾ വുളൂ എടുത്തത്? അള്ളാഹിനോട് സംഭാഷണം നടത്താനല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇതായിരുന്നു നിസ്കാരത്തിന് വുളൂ എടുക്കുമ്പോൾ അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ ബേജാർ. അറഫയിൽ ചെന്നപ്പോൾ തൽബിയത്ത് ചെല്ലാൻ അലി സൈനുൽ ആബിദീൻ തങ്ങൾക്ക് കഴിയണില്ല. എന്തേ തൽബിയത്ത് ചെല്ലാൻ പറ്റാത്തത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അല്ലാഹു തആല ലാ ലബ്ബൈക വലാ സഅദൈക്, നിങ്ങളുടെ അഭിവാദ്യം വേണ്ടെന്നറ്റോ എന്നോട് പറഞ്ഞു കളയോ? പേടിയാവുന്നു. തൽബിയത്ത് ചൊല്ലാൻ പേടിയാകുന്നു, വുളൂ എടുത്തിട്ട് ബേജാറാകുന്നു. എന്താ കാരണം? ഞാൻ ആരോടാണ് മുനാജാത്ത് നടത്താൻ പോണത്? ഞാൻ ആരോടാണ് സംഭാഷണം നടത്താൻ പോകുന്നത്? അപ്പോൾ നിസ്കാരം നിസ്സാരമായ ഒരു കാര്യമല്ല. നിസ്കാരം നമ്മുടെ കരളിന്റെ കാതലായ മുത്തുനബി തങ്ങൾക്ക് അത്യുന്നതങ്ങളിൽ വിളിച്ച് അല്ലാഹു തആല നൽകിയ സമ്മാനമാണ്. അതൊഴിവാക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കുമോ? ഒരു മുഅ്മിനായ മനുഷ്യന് ഞാൻ മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ കഴിയോ? എന്റെ പൊന്നു മുത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനാണ് നിസ്കാരം. അതുകൊണ്ട് മഹബ്ബത്തുള്ളവർ മുഴുവനും നിസ്കാരത്തിൽ കൃത്യതയുള്ളവരാവണം. അത് ചെറിയൊരു ആരാധനയല്ല. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. അല്ലാഹു ആകുന്ന രാജാധിരാജൻ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബി തങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ്. ആ സമ്മാനമാകുന്ന നിസ്കാരത്തെ ഓർക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്. ആ ഓർമ്മ വരുന്ന മാസമാണ് റജബുൻ ശഹറുല്ലാഹ്. അല്ലാഹു ഹബീബിനോട് സംഭാഷണം നടത്തിയ മാസം. എന്തെല്ലാം സാരമുണ്ട് ഇതിന്റെ പ്രയോഗങ്ങൾക്ക്, ഏതെല്ലാം ലോകമുണ്ട് ഇതിന്റെ പ്രയോഗങ്ങൾക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വാനലോകത്തിന്റെ മണ്ഡലങ്ങൾ കടന്നുപോയി. അവിടെ എനിക്ക് സയൻസ് വെച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയം ഇവിടെ നമ്മുടെ മുമ്പിൽ പരിമിതമായതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ സയന്റിഫിക് ടേംസുകൾ ഉപയോഗിച്ച് പറയാൻ എനിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് പറയട്ടെ എന്റെ വിദ്യാർത്ഥികളോട്, നിങ്ങൾ പഠിക്കണം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ പരിശീലനങ്ങൾ, നിങ്ങൾ പഠിക്കണം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ പ്രതിസന്ധികൾ,
അപ്പോഴാണ് നമ്മുടെ നേതാവിന്റെ യാത്രയറിയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിന്റെ പഴുതിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് വാനലോകത്തേക്ക്, തിരിച്ച് വീണ്ടും മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് ബുറാഖിന്റെ മേലെ മടങ്ങി വരുന്നു മക്കൽ മുകറമയിലേക്ക്. ഇനിയും നേരം വെളുത്തിട്ടില്ല. കണ്ടില്ലേ, രാത്രിയുടെ ഒരു അല്പസമയത്തിനുള്ളിലായി ഇത് മുഴുവനും നടന്നത്. മാഷാ അല്ലാഹ്, എന്തൊരത്ഭുതം. ആ മുത്തുനബി തങ്ങളെ വായിക്കാൻ ഇനിയും സയൻസ് വളരണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഇനിയും സയൻസ് വളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനലോകത്തേക്ക് പോയപ്പോൾ ഒരു കവചവും ഇല്ല, ശരീരത്തിന് മാറ്റങ്ങൾ വന്നിട്ടില്ല. അതേ സമയത്ത് ഇന്നൊരു ബഹിരാകാശ സഞ്ചാരി ഇവിടെ മനുഷ്യനുണ്ടാക്കുന്ന പേടകത്തിൽ പോയാൽ പോലും അയാളുടെ ശരീരത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എണ്ണിപ്പറയാൻ വിദ്യാർത്ഥികളൊന്ന് വായിച്ചു നോക്കണേ. ആ നിലയിലാകുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിന്റെ മാസമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മിഅ്റാജിന്റെ മാസത്തിൽ നമ്മൾ നിസ്കാരത്തെ കുറിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും നിസ്കാരം അല്ലാഹുവിലേക്കുള്ള സംഭാഷണമാണ്. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴിയേ ഉള്ളൂ. അതേതാണ് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.